ശ്രീലക്ഷ്മിയാണ്. രേണു സുധി എന്ന് പറയുന്നത് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇപ്പോൾ ഒരു വലിയ പാഠപുസ്തകമാണ് എന്ന് തന്നെ പറയാം. ക്യാൻസർ എന്ന മഹാരോഗത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ പ്രവർത്തികളിൽ കുറ്റം പറയാൻ ഇപ്പൊ കഴിയില്ല. അതുപോലെ തന്നെ അവരിപ്പോഴും തുടർന്നു പോകുന്ന സംസാര രീതി വെച്ച് നല്ലത് പറയാനും കഴിയില്ല. പകരം ചെയ്യാൻ പറ്റുന്നത് ഒന്നു മാത്രമാണ്, ആ പൊടി കുഞ്ഞിനെ ഓർത്ത്, ഒരു കുഞ്ഞു കൊച്ചിനെ ഓർത്ത് അവർക്ക് വേണ്ടി, അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി, അവർക്ക് രോഗം വിമുക്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഈ സുധി എന്ന് പറയുന്ന ആളുടെ മൂത്ത മകന്റെ 2 വീഡിയോസ് ഞാൻ കണ്ടു. ഒന്ന്, നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി തന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള രേണുവിന്റെ ഈ ഒരു രോഗാവസ്ഥയിൽ അവരെ കാണാൻ പോകാം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് താൻ ഇതുവരെ പോകാതിരുന്നത് എന്ന് പറയുന്ന ഒരു വീഡിയോ. രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ആ കുട്ടിയോട് ദേഷ്യവും സ്നേഹവും ഒരേപോലെ തന്നെ തോന്നും. ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്ത് അഹങ്കാരിയാണ് ഈ ചെക്കൻ എന്നാണ്. രണ്ടാമത്തെ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് സഹതാപമാണ് ആ കുട്ടിയോട്. അതായത് 2 അമ്മമാര് വന്നു, ആ 2 അമ്മമാര് നാശായി പോയി. ഒരു മൂത്താമതൊരമ്മ വന്നു, ആ അമ്മ കൂടെ ഉണ്ടാകുമെന്ന് കരുതി ആ കുട്ടി ജീവിച്ചു. പക്ഷെ ആ അമ്മയുടെ പോക്കും വരവും ശരിയല്ലാതായി. അപ്പം അതിന് പകരം രേണു പറഞ്ഞ ഒരു വർത്തമാനം ഇന്നലത്തെ ആ വീഡിയോയിൽ, ഞാൻ അവിടെ ഇവിടെയും ചെന്ന് ഉറക്കം ഉളച്ചിരുന്ന കിട്ടിയ പൈസയൊക്കെ നിനക്ക് തന്നില്ലേ, ഞാൻ ഈ സബ്സ്ക്രിപ്ഷനിൽ കൂടി ഉണ്ടാക്കിയ പൈസ നിനക്ക് ഞാൻ തന്നില്ലേ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമ്പോൾ നീ കൊള്ളാം എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ. പക്ഷേ രേണുവിനോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. രേണു ഈ കുട്ടിയെ മാത്രമല്ല, ഈ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയെയും ഭാവിയെക്കുറിച്ചും ഒക്കെ ആലോചിക്കുന്ന ഒരു നല്ല അമ്മയാണെങ്കിൽ ഈ പറഞ്ഞ വർത്തമാനം പോലും പറയില്ല. കാരണം ഒരു അമ്മ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ അഭിമാനത്തിനാണ്. ഇപ്പൊ ഈ പറഞ്ഞ കിച്ചു ആണെങ്കിലും ആ കുഞ്ഞു കൊച്ചാണെങ്കിലും ഒരു പബ്ലിക് ഡൊമൈനിൽ ചെന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രിമൈസിൽ ചെന്ന് നിൽക്കുമ്പോൾ, നിന്റെ അമ്മയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ, ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുമ്പോ, ഇങ്ങനെ പറഞ്ഞൊന്ന് ചിരിക്കുമ്പോ ആ കുട്ടികളുടെ തല താഴ്ന്നു പോകുമെന്ന് രേണു ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഞാനിത് പറയുമ്പോഴും രേണുവിന്റെ കുറെ വെട്ടുകളി കൂട്ടം വരും. ഇവരെയൊക്കെ ചെലവും കൊടുത്ത് നിർത്തിയിരിക്കുന്ന രേണുവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ എന്ത് വിമർശനം ഉന്നയിക്കുന്നവരുടെയും ഈ പറഞ്ഞ അവിഹിതം, പിന്നെ അതേപോലെ തന്നെ വളരെ മോശം ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വന്ന് ഭവിക്കുന്നത് രേണുവിൽ തന്നെയാണ്. അത് രേണുവിന്റെ കൂടെ നിൽക്കുന്നവർ ചിന്തിക്കില്ല. കാരണം അവരെ സംബന്ധിച്ച് രേണുവിനെ പ്രൊട്ടക്ട് ചെയ്യാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അത് രേണുവിന്റെ പ്രൊട്ടക്ഷൻ അല്ല, അത് രേണുവിനെതിരെയുള്ള വലിയ ആയുധമാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ തങ്ങളുടെ കുട്ടിക്ക് അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ സെമി ന്യൂഡായിട്ട് വസ്ത്രം ധരിച്ച് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് വായി തോന്നുന്ന അശ്ലീല ചെവിയോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്റെ കുട്ടികൾക്ക് എന്ത് അഭിമാനം ഉണ്ടാകുന്നു എന്നായിരിക്കും ആ അമ്മ കരുതിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എന്ത് അഭിമാനമാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുക. സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അവിടെ തന്നെ ഉണ്ടാവും. നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും പലരുടെ കയ്യിലും അതുണ്ടാവും. അതെന്നായാലും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയുള്ളിടത്ത് ഇപ്പൊ രേണു പറയുന്നത് എന്താണെന്നറിയോ, രേണു ഒരു നല്ല അമ്മയല്ല കിച്ചുവിന് എന്നുള്ളത് 100% അവര് തന്നെ തെളിയിക്കുകയാണ്. കാരണം നിന്റെ ഫ്യൂച്ചർ പോലും തകർത്ത് കളയുന്ന രഹസ്യങ്ങൾ എനിക്കറിയാം, അത് ഞാൻ പുറത്തേക്ക് പറയാതിരിക്കണമെങ്കിൽ നീ മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ എന്റെ കുഞ്ഞുട്ടന്റെ കാര്യം തന്നെ പറയാം. കുഞ്ഞുട്ടൻ ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയാ പറയണേ, ഇപ്പൊ സ്കൂളിൽ പോയതിനു ശേഷം കുറെ വാക്കുകളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട്. ഇടി, പോടി, അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. അച്ഛനെ എന്നാൾ വിളിക്കുന്നുണ്ടായി പോടാന്ന്. പക്ഷെ അതൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും എന്റെ മോൻ എന്നെ പോടാന്ന് വിളിച്ചു, എന്റെ മോൻ എന്നെ ഇടിയെന്ന് വിളിച്ചു, ഇതൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും പറയില്ല. കാരണം അതൊക്കെ ഒരു 3 വയസ്സായ കുട്ടിയുടെ തമാശകളാണെങ്കിൽ പോലും എന്റെ കുട്ടിയെ പബ്ലിക് വേറൊരു കണ്ണിൽ കാണരുത് എന്ന് പറഞ്ഞ് നമ്മളത് പറയില്ല. കാരണം അവിടെ നമ്മൾ ചിന്തിക്കുന്നത് അവന് നാളെ ഒരു ഫ്യൂച്ചർ ഉണ്ട്, അവന്റെ ആ ഒരു ഫ്യൂച്ചർ ഉള്ളത് കൊണ്ട് നമ്മളത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നാണ്. പക്ഷെ അതുപോലെയാണോ രേണു ചെയ്തത്? ആ കുട്ടിയുടെ ഫ്യൂച്ചർ തകർത്ത് കളയുന്ന രഹസ്യങ്ങൾ പോലും വിളിച്ചു പറയുന്ന, ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു നല്ല അമ്മയാണ്, പൂർണ്ണ മനസ്സുള്ള ഒരു അമ്മയാണെങ്കിൽ ആ വർത്തമാനം പറയൂ. പിന്നെ ആ കുട്ടി എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞത്? സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഈ ന്യൂഡ് വീഡിയോസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇതൊക്കെ ഈ കുഞ്ഞു കൊച്ചിന്റെ കൂട്ടുകാരും കാണില്ലേ, ഇങ്ങനെയൊക്കെ വേണോ, ഒരു ഫെയിമും പൈസയൊക്കെ ഉള്ള ഒരാൾ വേറെ വഴി കൂടെയൊക്കെ വരുമാനം കിട്ടുന്നില്ലേ, പിന്നെ ഈ പണിക്ക് പോകണോ എന്ന് ചോദിച്ചത് ആ കുട്ടി ആയതുകൊണ്ട് മാത്രമാണ് അത്ര മാന്യമായി ചോദിച്ചത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാനെങ്ങാനുമാണ് ആ കുട്ടിയുടെ സ്ഥാനത്തെങ്കിൽ ചെന്ന് ആ മൊബൈലെല്ലാം കൂടെ വലിച്ചു പൊട്ടിച്ചെടുത്ത് എറിഞ്ഞ് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ ആ കുട്ടി വളരെ ഇരുത്തം വന്ന ഒരു കൊച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര സമാധാനപരമായിട്ട് ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കില്ല. എനിക്ക് ഇപ്പോഴും രേണുവിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, രേണു ഒരു വലിയ സുഖത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് രേണുവിന് വേണ്ടത് എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. പക്ഷെ ഈ സമയവും മറ്റേ കുട്ടി, അതായത് ഈ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയും ആ കുട്ടിയെ ശപിക്കുകയും ഇനി ചത്താ പോലും കാണാൻ വരരുതെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ രേണുവിൽ പണ്ടായിരുന്ന അതേ അഹങ്കാരം, ആ പഴയ എന്താണ് പറയുക ഒരു ധാർഷ്ട്യം ഒക്കെ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു എന്ന് തന്നെയല്ലേ സാരം. അതങ്ങനെ തന്നെയാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് നല്ലതൊന്നും കൊടുത്തില്ലെങ്കിലും ചീത്തയൊന്നും കൊടുക്കാത്ത ആളായിരിക്കണം. കാരണം നമ്മളെ ഒരുപാട് പേര് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വീഴുന്നത്. ആ ആളിന്റെ കാഴ്ചയ്ക്കും കേൾവിക്കും നല്ലത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ഓരോ അക്കൗണ്ടിൽ വീഴുന്ന ഓരോ ചെറിയ പൈസയ്ക്കും
നമ്മൾ ഈശ്വരനോട് കണക്ക് പറയേണ്ടി വരുമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്തോ നല്ലതോ ചീത്തയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖമായിട്ട് എന്നിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഞാൻ മറ്റുള്ളവർക്ക് എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നത്. രേണു ഇപ്പം ചിന്തിക്കേണ്ടത് അതൊക്കെ തന്നെയാണ്. ഒരു ഷഫീന എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചേച്ചിയുടെ ഒരു വൈകല്യത്തെ വളരെ മോശമായിട്ട് പറഞ്ഞത് ഈ പറഞ്ഞ രേണുവാണ്. അതിനുശേഷമാണ് ഈ ഷഫീന എന്ന് പറയുന്ന ചേച്ചി ഭയങ്കരമായിട്ട് രേണുവിനെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങിയത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അവനവനെ പറയുമ്പോൾ, അവനവൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുമ്പോൾ, ഒരു കാര്യവുമില്ലാതെ പറയുമ്പോൾ, നമ്മൾ ചെന്ന് ആരുടെയെങ്കിലും അച്ഛനെ അമ്മയെ അവരുടെ മോറൽ സൈഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയും. അതുപോലെ അല്ലാതെ വെറുതെ ഇരിക്കുന്നവനെ അതും ഇതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ റിയാക്ട് ചെയ്യും. ഈ ഷഫീന എന്ന് പറഞ്ഞ ചേച്ചിക്ക് എന്തോ ആക്സിഡന്റിലോ മറ്റോ കാലിന് വയ്യാകെയുണ്ട്. ആ ചേച്ചിയെ മുള്ളാൻ പോലും കാലും കൊണ്ട് പോകാൻ പറ്റാത്തവൾ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തരത്തിലാണ് ഈ രേണു അധിക്ഷേപിച്ചത്. അപ്പൊ രോഗം എന്ന് പറയുന്നത്, ഒരു ശാരീരിക അവസ്ഥ എന്ന് പറയുന്നത് ഒരാൾക്കും മാത്രമേ വരൂ എന്ന് പറയരുത്. ഈ ലോകത്ത് ഈ പറയുന്ന എനിക്ക് നാളെ ചിലപ്പോൾ ഞാൻ ഈ വർത്താനം പറയുമെന്ന് പോലും നമുക്കറിയില്ല. കാരണം രോഗങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം അങ്ങനെയാണ് നമ്മളടുത്തേക്ക് ഓടി വരും. അപ്പോൾ എനിക്ക് രേണുവിനോട് ഇപ്പോഴും പറയാനുള്ളത്, രേണു കുറച്ചും കൂടി ഒരു അമ്മയുടെ മനസ്സോടുകൂടി ആ കുട്ടിയെ കാണണം എന്നുള്ളതാണ്. സെമി ന്യൂഡായിട്ട് വീഡിയോയും ചെയ്ത് അങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരാളെ കാണാൻ ഒരിക്കലും ഒരു കുട്ടിയെന്നല്ല, ബന്ധുക്കളും വരില്ല. ഇപ്പം രേണുവിനെ കൊണ്ട് രേണുവിൻ്റെ വീട്ടുകാർക്ക് നല്ല ആദായം ഉള്ളതുകൊണ്ട് അവർ നിൽക്കുന്നു. ആ ആദായം നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കുടുംബം പോലും രേണു ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന പൈസ എന്തിനായിരുന്നു എന്ന് രേണുവിനോട് ചോദിക്കുന്ന ഒരു സമയം വരും. ഈ കൊച്ചു നാളെ രേണുവിനെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമയം വരും. ഇതൊക്കെ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ഇനിയെങ്കിലും ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കും. നിങ്ങളൊരു സുവിശേഷക പ്രസംഗിയാകണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുവിശേഷക പ്രസംഗിക്കാൻ പോകുന്ന ആള് ഈ രീതിയിലല്ല സംസാരിക്കുക. സ്വന്തം മകനായി വളർത്തിയ ഒരു കുഞ്ഞിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുകയും ആ കുട്ടിയുടെ ഫ്യൂച്ചർ തകർക്കുന്ന രീതിയിൽ ഉള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയും, നീ പണ്ട് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്നുള്ള അത് പുറത്തു വിടുകയും ചെയ്യും എന്നൊക്കെ പറയുന്ന, ഇന്നടത്ത് പോയിട്ട് ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചാൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയാണ്, ദൈവത്തെ മറന്നുള്ള സംസാരമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നല്ലത് പറയാനോ ഒന്നും നമ്മൾ വരുന്നില്ല. ഇനി ഇവരുടെ വെട്ടുകളി കൂട്ടത്തോട് പറയാനുള്ളത്, നിങ്ങളാണ് ആ പെണ്ണിനെ ഇത്രയും നശിപ്പിച്ച് കിടത്തിയിരിക്കുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ട് ബലൂൺ ഊതി വീർപ്പിക്കുന്ന പോലെ ആ കുട്ടിയുടെ കയ്യിൽ നെഗറ്റീവ്സ് കുത്തി നിറച്ചു കൊടുത്ത് പബ്ലിക്കിന്റെ മുഴുവൻ വിദ്വേഷവും വിമർശകരുടെ ഒക്കെ തലയിൽ കൊണ്ട് ഇടുത്തി വീഴുന്ന പോലത്തെ വാളുകൾ പോലത്തെ വാക്കുകളും പറഞ്ഞ് ആ പെണ്ണിനെ ഇത്രയും നശിപ്പിച്ചത് ഈ കൂടെ നിൽക്കുന്നെന്ന് പറയുന്ന കുറേ എന്താ പറയുക, ഇവരുടെയൊക്കെ ഭാഷയിൽ വേറെ വാക്കുകളുണ്ട്, നമ്മുടെ ഭാഷയിൽ അതില്ല.